ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA സംസാരിക്കുകയാണ്. അമർലാഖയുടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദയനീയമാണ് ഈ പ്രദേശത്തെ സ്ഥിതി. ഞങ്ങൾക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ഇത് വളരെ പ്രയാസമുണ്ട്. എത്രാമത്തെ ജീവനാണ് പൊലിയുന്നത്. ഞങ്ങളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ്. അതെ, ഫെൻസ് ഇല്ല. ഡീൻ കുര്യാക്കോസ് 4 ലക്ഷം രൂപ ഇതിനു വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇതിനൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമായി കാണുന്നില്ല എന്നുള്ളതാണ്. അതെ, അല്ലല്ല, അത് വളരെ ഒരു തെറ്റായ സമീപനമാണ്. എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സമീപനം സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഈ മരിച്ച ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് സ്വീകരിച്ചിട്ട് അത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുതായിരുന്നു. നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നേരിട്ടറിയാവുന്ന ഞാൻ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആ മേഖലയിൽ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപയാട്ടെ വകയിരുത്തി.